Hello students, നമ്മൾ ഇന്ന് മാത്തമാറ്റിക്സ് ക്ലാസ്സിലെ 10th ക്ലാസ്സിന്റെ ഒരു 4th മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചാപ്റ്റർ എടുത്തിരിക്കുന്നത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. ആ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മളിത് വന്നിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, സോൾവ് ദി ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് 2x + 3y = 7, x - 2y = -3. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 എന്ന് നമ്മൾ പേര് കൊടുക്കുകയാണ്. പേര് കൊടുത്തിട്ട് മൾട്ടിപ്ലൈ ഇക്വേഷൻ 1, ഈ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് ഇക്വേഷൻ 2/3, ഇക്വേഷൻ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2x × 2 എന്ന് പറയുന്നത് 4 ആണ്, 3 × 2 6 ആണ്, 7 × 2 14 ആണ്. അങ്ങനെ നമുക്ക് തേർഡ് ഇക്വേഷൻ കിട്ടിയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ x - 2y = -3 എന്നുള്ള സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ 3 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ x × 3 എന്ന് പറയുന്നത് 3x - 2y × 3 എന്ന് പറയുന്നത് 6y = -3 × 3 എന്ന് പറയുന്നത് -10 എന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ 4 എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡിങ് ബോത്ത്, ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാണ് വേണ്ടത്. സോ 4x + 6y + 3x - 6y = 14. അതെങ്ങനെയാ? 4x + 3x ചെയ്യാം, പിന്നെ 6y + -6y ചെയ്യാം, പിന്നെ 14നെ -9 കൊണ്ട് പ്ലസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 4x + 3x എന്ന് പറയുന്നത് 7x കിട്ടും. 6y കൂടി ഇവിടെ ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് 40 + 9 എന്ന് പറയുന്നത് മൈനസ് ആവും. 40 - 9 that will be equal to 5 ആവും. അപ്പോൾ 7x = 5 ആണെങ്കിൽ നമുക്കറിയാം 7x എന്ന് പറയുന്നത് 5 ആണെങ്കിൽ x എന്ന് പറയുന്നത് 5/7 ആണെന്ന് അറിയാം. അങ്ങനെ നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് x ഇൻ ഇക്വേഷൻ 1, ഈ ഇക്വേഷൻ 1 കൊണ്ടുപോയിട്ട് എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 × 5/7 + 3 × y = 7 എന്ന് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് 3y ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 × 5 എന്ന് പറയുന്നത് 10 ആയി. 10/7 നമ്മൾ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ മൈനസ് ആവും. അപ്പോൾ 3y = 7 - 10/7 നമുക്ക് കിട്ടി. 3y = നമുക്ക് 7 × 7 എന്ന് പറയുന്നത് 49 ആണ്. 49 - 10/7 എന്ന് കിട്ടി. അപ്പോൾ 3y = 49 - 10 എന്ന് പറയുന്നത് 39 ആണ്. 3y = 39/7 എന്ന് കിട്ടി. അപ്പോൾ y എന്ന് പറയുന്നത് 39/3 എന്ന് പറയുന്നത് 13 ആണ്, /7 എന്ന് കിട്ടി. സോ x = 5/7 എന്നും y = 30/7 എന്നും കിട്ടി. അപ്പോൾ എല്ലാവർക്കും ഈ പ്രോബ്ലം മനസ്സിലായി തരുന്നു. നമ്മൾ അടുത്ത ചാപ്റ്ററിലെ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2, സോൾവ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ a² + 5s + 6 = 0. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോൾവ് ചെയ്യുന്നത് നമ്മൾ ക്വാഡ്രാറ്റിക് മെത്തേഡ് വഴിയാണ് നമ്മളത്. പിന്നെ a² എന്നുള്ളത് a² ആണ്. നമ്മൾ a² + bs + cയുടെ ഫോമിലാണ് a² + 5s + 6 = 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിടക്കുന്നത്. സോ നമ്മൾ എയുടെ സ്ഥാനത്ത് കിടക്കുന്നത് 1 ആയിട്ട് എക്ക് 1 എന്ന് ഇട്ട് കൊടുത്തു. bxന്റെ സ്ഥാനത്ത് ബിയുടെ സ്ഥാനത്ത് 5 ആയിട്ട് b = 5 എന്ന് ഇട്ട് കൊടുത്തു. സിയുടെ സ്ഥാനത്ത് 6 ആയിട്ട് 6 എന്ന് ഇട്ട് കൊടുത്തു. ഇനി നമ്മളുടെ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. നമ്മുടെ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു കൊടുക്കേണ്ട ഇക്വേഷൻ ആണ്. -p ± ±√b² - 4ac / 2a. എന്നിട്ട് നമ്മുടെ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കൊണ്ട് നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ്. a = a അല്ല, -b എന്ന് പറയുന്നത് -5 ആണ്, ± b² എന്ന് പറയുന്നത് that is 5² 25 ആണ്, -4 × ac, a = 1 ആണ്. സോ 4 × 1 × c എന്ന് പറയുന്നത് 6 ആണ്, /2 a 2 എന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ -5 എന്ന് പറയുന്നത് 25 - 4 × 1 × 6 എന്ന് പറയുന്നത് 25 - 24 that will be equal to 1 ആണ്. അപ്പോൾ നമ്മൾ -5 ± √1/2 എന്ന് കിട്ടി. -5 + 1/2 or -5 - 1/2 എന്ന് കിട്ടി. -4/2 or -6/2 കിട്ടി. അപ്പോൾ നമുക്ക് -2 ഉം -3 ആൻസർ കിട്ടി. അങ്ങനെ നമ്മുടെ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് -2 ഉം -3 ആൻസർ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണ്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ സർക്കിൾസ് എടുക്കുകയാണ്. സർക്കിൾസിൽ ക്വസ്റ്റ്യൻ നമ്പർ 3. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇൻ എ സർക്കിൾ ദി ലെങ്ത് ഓഫ് ദി ടാൻജന്റ് ഫ്രം an external point is 12 cm. If the radius of the circle is 5 cm, find the distance of the external
എക്സ്റ്റേണൽ പോയിന്റ് ഫ്രം ദി സെന്റർ ഓഫ് ദി സർക്കിൾ. അപ്പോൾ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് എക്സ്റ്റേണൽ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ അറിയാം. ഇത് ക്വസ്റ്റ്യൻ വലിയതായിട്ട് കാണുമെങ്കിൽ ഇതിന്റെ ആൻസർ പറയുന്നത് ഒരു ചെറിയ ആൻസർ ആണ്. പിന്നെ അത് നമുക്ക് വേഗത്തിൽ കണ്ടുപിടിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ഡിസ്റ്റൻസ് ഈക്വൽ ടു നമുക്ക് റൂട്ട് ഓഫ് ലെങ്ത് ഓഫ് ടാൻജന്റ് സ്ക്വയർ പ്ലസ് റേഡിയസ് സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഇത് ലെങ്ത് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് റേഡിയസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 5 സ്ക്വയർ ഇട്ട് കൊടുത്തു. 12 സ്ക്വയർ 144 ആണെന്ന് നമുക്കറിയാം. പ്ലസ് 5 സ്ക്വയർ 25 ആണെന്നറിയാം. റൂട്ട് ഓഫ് 144 പ്ലസ് 25 എന്ന് പറയുന്നത് 169 ആണ്. ദാറ്റ്സ് വിൽ ബി ഈക്വൽ ടു 30 സെന്റിമീറ്റർ. അങ്ങനെ നമുക്ക് മൂന്നാമത്തെ സർക്കിൾസിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടിയിരിക്കുകയാണ്. 4 മാർക്ക് നമുക്ക് ഉറപ്പായിരിക്കുകയാണ്. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് നമുക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഫോർമുലാസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദി മീൻ ഓഫ് ദി ഫോളോയിങ് ഡാറ്റ ഈസ് 15. നമുക്ക് 15 ആണ് മീൻ എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ട്. എന്നിട്ട് 10, 12, 15, x 20. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇക്വേഷനിലായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സം ഓഫ് ഓൾ വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ദി വാല്യൂസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ മീൻ എന്ന് പറയുന്നത് 15 ആണ് ഓൾറെഡി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു നമ്മൾ ഈ 10 പ്ലസ് 12 പ്ലസ് 50 പ്ലസ് എക്സ് പ്ലസ് 20 ചെയ്യാണ്. ഡിവൈഡഡ് ബൈ നമ്പർ എത്ര ഉണ്ട്? 1, 2, 3, 4, 5 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഡിവൈഡ് ബൈ 5 ചെയ്തു. അപ്പോൾ നമ്മൾ ഈ 5 ഇങ്ങോട്ട് ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ 5 ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 15 × 5 എന്ന് പറയുന്നത് 75 എന്ന് കിട്ടി. 10 പ്ലസ് 12 പ്ലസ് 15 പ്ലസ് എക്സ് പ്ലസ് 20 എന്ന് പറയുന്നത് നമുക്ക് 57 പ്ലസ് എക്സ് എന്ന് കിട്ടി. കാരണം 12ഉം 10ഉം 15ഉം 20ഉം കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 57 കിട്ടും. 57 പ്ലസ് ഈ എക്സിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ 75 ഇസ് ഈക്വൽ ടു 57 പ്ലസ് എക്സ് എന്ന് കിട്ടി. ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ 57 നമ്മൾ 75 മൈനസ് ചെയ്ത് മതി. അപ്പോൾ നമുക്ക് 18 കിട്ടി. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് ഒരുവിധം ക്ലിയർ ആയിരിക്കണം. നെക്സ്റ്റ് ചാപ്റ്ററിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാൻ പോവാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ജോമെട്രി ആണ്. ജോമെട്രിയിലെ ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറയുന്നത് ഇൻ എ ട്രയാങ്കിൾ ദി ലെങ്ത് ഓഫ് ദി ഹൈപ്പോട്ടനസ് ഈസ് 10 സെന്റിമീറ്റർ ആൻഡ് വൺ ഓഫ് ദി ലെങ്ത് ഈസ് leg is 6 centimeter. Find the length of the other leg. ഒരു ലെഗിന്റെ ഇത് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഹൈപ്പോട്ടനസ് എത്രയാണെന്നത് തന്നിട്ടുണ്ട്. ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. പിന്നെ ഒരു ലെഗ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ വേറൊരു ലെഗിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഹൈപ്പോട്ടനസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ലെങ്ത് ഈക്വൽ ടു 1 ലെഗ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ അതർ ലെഗ് എന്ന് പറയുന്നത് നമുക്ക് O ആയിട്ട് എടുക്കാം. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ട്രയാങ്കിൾ വരച്ച് നോക്കാം. എന്നിട്ട് അതിന്റെ ഇതിപ്പോൾ പൈതഗോറസ് തിയറം ബേസ് ചെയ്തിട്ട് ചെയ്യേണ്ട പ്രോബ്ലം ആണ്. സോ യൂസിങ് പൈതഗോറസ് തിയറം നമുക്ക് O is equal to റൂട്ട് ഓഫ് ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ലെങ്ത് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് പറയുന്നത് 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ആണ്. 10 സ്ക്വയർ അറിയാം 100 ആണ്. മൈനസ് 6 സ്ക്വയർ 36 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 64 ആണ്. 64 എന്ന് പറയുന്നത് 8 ആണ്. 8 സെന്റിമീറ്റർ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അങ്ങനെ 4 മാർക്സിന്റെ 5 പ്രോബ്ലംസ് നമ്മൾ മൊത്തം ചാപ്റ്ററിൽ നിന്ന് ആൻസർ ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് 4 മാർക്സ് ഉറപ്പാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.